ഡോക്ടർ ജോ ഡിസ്പെൻസയുടെ യു ആർ ദ പ്ലസീബോ മേക്കിംഗ് യുവർ മൈൻഡ് മാറ്റർ എന്ന പുസ്തകം ഒരു സാധാരണ വായനാനുഭവമല്ല, മറിച്ച് നമ്മുടെ മനസ്സും ശരീരവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു യാത്രയാണ്. ഈ പുസ്തകം പ്ലാസിബോ പ്രതിഭാസത്തിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നു. അതായത്, ഒരു ഗുളികയ്ക്ക് യഥാർത്ഥത്തിൽ ഔഷധഗുണം ഇല്ലെങ്കിൽ പോലും അത് കഴിക്കുന്ന ആളുടെ മനസ്സിലുള്ള വിശ്വാസം കാരണം രോഗശാന്തി നൽകുന്ന അവസ്ഥ. പുതിയ ചിന്തകളും വികാരങ്ങളും ഉപയോഗിച്ച് നമുക്ക് സ്വയം ഒരു പ്ലാസിബോ ആയി മാറാൻ കഴിയുമെന്ന് ഡോക്ടർ ഡിസ്പെൻസ ഈ പുസ്തകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ശരീരം ഒരു ഫാർമസി പോലെയാണ്. നിങ്ങളുടെ ചിന്തകൾ അതിലെ രാസവസ്തുക്കൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന കോഡുകളാണ്. ഭയം, സങ്കടം, ദേഷ്യം തുടങ്ങിയ വികാരങ്ങൾ രോഗത്തിന് കാരണമാകുമ്പോൾ സന്തോഷം, സ്നേഹം, കൃതജ്ഞത എന്നിവ രോഗശാന്തി നൽകുന്നു. ഈ പുസ്തകം വെറുമൊരു സിദ്ധാന്തമല്ല, മറിച്ച് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്ലാസിബോ ഇഫക്റ്റിനെക്കുറിച്ചുമുള്ള ശാസ്ത്രീയ പഠനങ്ങളും യഥാർത്ഥ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പുസ്തകത്തിന്റെ ആദ്യ അധ്യായമായ ദ പ്ലാസിബോ ഇഫക്റ്റ്. ഈ അധ്യായത്തിൽ ഒരു സാധാരണ ഗുളികയോ ചികിത്സയോ നൽകിയിട്ടില്ലെങ്കിൽ പോലും രോഗിക്ക് യഥാർത്ഥത്തിൽ രോഗശമനം ലഭിക്കുന്ന പ്ലാസിബോ പ്രതിഭാസത്തെക്കുറിച്ച് ഡോക്ടർ വിശദീകരിക്കുന്നു. അധ്യായത്തിലെ പ്രധാന പോയിന്റുകൾ: പ്ലാസിബോയും നോസിബോയും. പ്ലാസിബോ ഇഫക്റ്റ് എന്നത് ഒരു ചികിത്സ ഫലിക്കുമെന്നുള്ള വിശ്വാസം കാരണം രോഗിക്ക് ലഭിക്കുന്ന ഗുണകരമായ ഫലമാണ്. എന്നാൽ ഇതിന്റെ വിപരീതമാണ് നോസിബോ ഇഫക്റ്റ്. ഒരു ചികിത്സ ദോഷകരമാണെന്ന് രോഗി വിശ്വസിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ രോഗത്തെ വഷളാക്കുന്ന അവസ്ഥയാണിത്. മനുഷ്യന്റെ മനസ്സിലെ വിശ്വാസത്തിന് ശരീരത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ഈ രണ്ട് പ്രതിഭാസങ്ങളും വ്യക്തമാക്കുന്നു. അന്തർലീനമായ വിശ്വാസത്തിന്റെ ശക്തി, ദ പവർ ഓഫ് ഇൻഹറന്റ് ബിലീഫ്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കുന്നുണ്ടെന്ന് ഈ അധ്യായം വിശദീകരിക്കുന്നു. ഒരു പ്രത്യേക ചികിത്സ ഫലിക്കുമെന്ന് നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിനനുസരിച്ച് പ്രതികരിക്കാൻ തുടങ്ങുകയും അത് ശരീരത്തിൽ യഥാർത്ഥത്തിൽ ശാരീരിക മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇത് വെറുമൊരു മാനസികമായ പ്രതിഭാസമല്ല, മറിച്ച് ശാരീരികമായി അളക്കാൻ കഴിയുന്ന ഒരു മാറ്റമാണ്. നിയന്ത്രിത പരീക്ഷണങ്ങൾ, കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്. ഈ അധ്യായത്തിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഡോക്ടർ ഡിസ്പെൻസ നൽകുന്നു. മനസ്സ് ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കാണിക്കാൻ ഒരു രോഗം ഭേദമാക്കാൻ കഴിവില്ലാത്ത മരുന്നുകൾ ഉപയോഗിച്ച പരീക്ഷണങ്ങളുടെ കഥകൾ അദ്ദേഹം പറയുന്നു. ഈ പഠനങ്ങളിൽ രോഗികൾക്ക് നൽകിയത് വെറും പഞ്ചസാര ഗുളികകളായിരുന്നിട്ടും അവർക്ക് രോഗശമനം ലഭിച്ചത് അവരുടെ വിശ്വാസം കാരണമാണ്. പ്ലാസിബോ പ്രതിഭാസത്തിന്റെ ചരിത്രവും ശാസ്ത്രവും വിശദീകരിച്ച ശേഷം ഡോക്ടർ ഡിസ്പെൻസ ഒരു പ്രധാന ചോദ്യം ഉയർത്തുന്നു. ബാഹ്യമായ ഒരു വസ്തുവിന്റെ സഹായമില്ലാതെ പ്ലാസിബോയുടെ തത്വങ്ങൾ ഉപയോഗിച്ച് ഒരു വ്യക്തിക്ക് സ്വന്തം ആരോഗ്യത്തിലും ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ? ഈ ചോദ്യമാണ് പുസ്തകത്തിന്റെ ബാക്കി അധ്യായങ്ങളിലേക്കുള്ള വഴി തുറക്കുന്നത്. ചുരുക്കത്തിൽ, യു ആർ ദ പ്ലസീബോ എന്ന പുസ്തകത്തിന്റെ ആദ്യ അധ്യായം മനസ്സിന്റെ ശക്തിയെക്കുറിച്ചുള്ള അടിസ്ഥാന ധാരണ വായനക്കാർക്ക് നൽകുന്നു. നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താനുള്ള കഴിവുണ്ടെന്നും നാം വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിയന്ത്രണം നമ്മുടെ ആരോഗ്യത്തിൽ നമുക്കുണ്ടെന്നും ഇത് വ്യക്തമാക്കുന്നു. രണ്ടാം അധ്യായമായ ഹൗ ടു ചേഞ്ച് യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ മാറ്റാം? മനസ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ പുനഃക്രമീകരിക്കാമെന്നും വിശദീകരിക്കുന്നു. ഈ അധ്യായത്തിൽ നമ്മുടെ ചിന്തകളും വികാരങ്ങളും എങ്ങനെ നമ്മുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും രൂപപ്പെടുത്തുന്നുവെന്ന് ഡോക്ടർ ഡിസ്പെൻസ ശാസ്ത്രീയമായി വിശദീകരിക്കുന്നു. നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞുകിടക്കുന്ന ഒരു കൂട്ടം ചിന്തകളും വികാരങ്ങളുമാണ് നമ്മുടെ യാഥാർത്ഥ്യമെന്ന് അദ്ദേഹം പറയുന്നു. ഈ ചിന്തകളും വികാരങ്ങളും കാരണം നമ്മുടെ ശരീരത്തിൽ പതിവായി ഒരേ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഒരേ ശാരീരിക അവസ്ഥകളിലേക്ക് നയിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, നമ്മൾ ദിവസവും ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറ്റുന്നു. ഇത് പിന്നീട് നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സന്തോഷം, വിജയം എന്നിവയായി മാറുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഒരേപോലെ തുടരുന്നത്. ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ ഡോക്ടർ ഒരു പുതിയ ചിന്താരീതിയെക്കുറിച്ച് പറയുന്നു. ഒരു പുതിയ ജീവിതം വേണമെങ്കിൽ നമ്മൾ പുതിയ ചിന്തകളും വികാരങ്ങളും സ്വീകരിക്കണം. ഇത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരു പുതിയ അവസ്ഥയിലേക്ക് കൊണ്ടുവരും. പക്ഷെ ഇത് അത്ര എളുപ്പമല്ല. നമ്മൾ ശീലിച്ച ചിന്തകളെയും വികാരങ്ങളെയും മാറ്റുന്നത് നമ്മുടെ ഉപബോധ മനസ്സിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവ നമ്മുടെ തലച്ചോറിൽ ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്ന കാര്യങ്ങളാണ്. ഈ മാറ്റം സാധ്യമാക്കാൻ ഡിസ്പെൻസ മെഡിറ്റേഷന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. മെഡിറ്റേഷനിലൂടെ ബോധപൂർവമായ മനസ്സിനെ മറികടന്ന് ഉപബോധ മനസ്സിലേക്കെത്താൻ നമുക്ക് സാധിക്കും. ഈ അവസ്ഥയിൽ നമുക്കാവശ്യമുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഉപബോധ മനസ്സിലേക്ക് നൽകാം. ഇത് തലച്ചോറിൽ പുതിയ ബന്ധങ്ങളുണ്ടാക്കുന്നു, ഒപ്പം പുതിയ ചിന്തകളും വികാരങ്ങളും ഉണ്ടാകാൻ കാരണമാകും. ഈ അധ്യായത്തിലെ പ്രധാന ആശയം നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ തലച്ചോറിന്റെയും ശരീരത്തിന്റെയും ഘടന മാറ്റാൻ കഴിയുമെന്നതാണ്. അതായത്, നാം ആരായിരിക്കണം, എങ്ങനെയുള്ള ജീവിതം നയിക്കണം എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ നമ്മുടെ ജൈവിക ശരീരത്തെ മാറ്റുന്നു.
ഇത് ശാസ്ത്രീയമായി ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് അറിയപ്പെടുന്നു. ഈ തത്വങ്ങൾ മനസ്സിലാക്കി ബോധപൂർവമായ പരിശ്രമത്തിലൂടെ നമുക്കാവശ്യമുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലും ജീവിതത്തിലും കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഡോക്ടർ ഡിസ്പെൻസ ഈ അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. 3-ാം അധ്യായമായ ഫ്രം തിങ്കിംഗ് ടു ബീയിങ്, ചിന്തയിൽ നിന്ന് നിലനിൽപ്പിലേക്ക്. നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ രൂപപ്പെടുത്തുന്നതെന്ന് കൂടുതൽ ആഴത്തിൽ വിശദീകരിക്കുന്നു. ഈ അധ്യായം മനസ്സിനെയും ശരീരത്തെയും വേർതിരിക്കാനാവാത്ത ഒരു ഒറ്റ സംവിധാനമായി കാണുന്നു. നമ്മുടെ ചിന്തകളും വികാരങ്ങളും തലച്ചോറിലും ശരീരത്തിലും നിരന്തരമായി രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മൾ പേടിച്ചരണ്ട ഒരു ചിന്ത ചിന്തിക്കുമ്പോൾ ശരീരം ഭയവുമായി ബന്ധപ്പെട്ട ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. കാലക്രമേണ ഒരേ തരത്തിലുള്ള ചിന്തകൾ ആവർത്തിക്കുമ്പോൾ ശരീരം ആ വികാരങ്ങളുമായി പൊരുത്തപ്പെടുകയും പിന്നീട് ആ വികാരങ്ങൾ നമ്മുടെ സഹജമായ സ്വഭാവമായി മാറുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഡോക്ടർ വികാരപരമായി അടിമപ്പെടുക എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ നാം എപ്പോഴും ഒരേ ചിന്തകളും വികാരങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നു. ഇത്തരത്തിൽ നമ്മുടെ ഉപബോധമനസ്സിനെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു. ഈ അധ്യായം ഒരു പ്രധാന ആശയം മുന്നോട്ടുവയ്ക്കുന്നു. ഒരു പുതിയ ഭാവി സൃഷ്ടിക്കാൻ നമ്മൾ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും മാറ്റണം. ഇത് കേവലം ഒരു തത്വം മാത്രമല്ല, മറിച്ച് ഒരു ശാസ്ത്രീയ പ്രക്രിയയാണ്. നമ്മുടെ മസ്തിഷ്കം ഭാവിയിലെ സാധ്യതകളെ കാണുകയും പുതിയ വിവരങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പുതിയ ജീനുകൾ ഉണരുകയും പുതിയ പ്രോട്ടീനുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ആരോഗ്യത്തെയും ജൈവിക ഘടനയെയും മാറ്റാൻ സഹായിക്കുന്നു. ഈ മാറ്റം സാധ്യമാക്കാൻ ഒരു പ്രത്യേക രീതിയിലുള്ള മെഡിറ്റേഷൻ നിർദ്ദേശിക്കുന്നു. ഈ മെഡിറ്റേഷനിലൂടെ നമ്മൾ നമ്മുടെ പഴയ ചിന്തകളെയും വികാരങ്ങളെയും ഉപേക്ഷിച്ച് നമുക്ക് വേണ്ട പുതിയ യാഥാർത്ഥ്യത്തെ മനസ്സിൽ കാണുകയും അത് യാഥാർത്ഥ്യമായതുപോലെ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ഉപബോധ മനസ്സിനെ പുതിയ ചിന്തകൾക്കനുസരിച്ച് ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു. ഇത് സ്ഥിരമായി ചെയ്യുമ്പോൾ നമ്മുടെ മസ്തിഷ്കവും ശരീരവും പുതിയൊരു യാഥാർത്ഥ്യത്തിനായി മാറാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ഈ അധ്യായത്തിന്റെ പ്രധാന സന്ദേശം ഇതാണ്: നമ്മുടെ മനസ്സിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് നമ്മുടെ ജൈവപരമായ അവസ്ഥയെയും അതിലൂടെ നമ്മുടെ ജീവിതത്തെയും മാറ്റാൻ നമുക്ക് കഴിയും. ഒരു പുതിയ ജീവിതം ചിന്തിക്കുന്നതിൽ നിന്ന് മാത്രം തുടങ്ങുന്നതല്ല, മറിച്ച് അതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതിൽ നിന്നാണ്. 4-ാം അധ്യായമായ മെഡിറ്റേറ്റിംഗ് ആസ് ദി ഒബ്സർവർ, നിരീക്ഷകനായി ധ്യാനിക്കുക, നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എങ്ങനെയാണ് വേർതിരിച്ച് കാണേണ്ടതെന്നും അതുവഴി മാറ്റങ്ങൾ എങ്ങനെ കൊണ്ടുവരാമെന്നും വിശദീകരിക്കുന്നു. ഈ അധ്യായം മനസ്സിന്റെ ശക്തിയുടെ കേന്ദ്രബിന്ദുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും ശരീരത്തിലൊരു പ്രത്യേക അനുഭവമുണ്ടാക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ശരീരം അതിനനുസരിച്ച് പ്രതികരിക്കുകയും നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഈ പ്രതികരണം സ്വാഭാവികമാണ്. എന്നാൽ നാം ഈ പ്രതികരണങ്ങൾ കടിമപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ എപ്പോഴും ഒരേപോലെ തുടരുന്നു. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയാതെ പോകുന്നത്. ഈ അധ്യായത്തിൽ ഡോക്ടർ ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും വെറുതെ നിരീക്ഷിക്കുന്നവരായി മാറണം. അതായത്, ഒരു ചിന്ത വരുമ്പോൾ ആ ചിന്ത നിങ്ങളല്ല, മറിച്ച് നിങ്ങളത് ചിന്തിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. ഇത് സാധ്യമാക്കാൻ അദ്ദേഹം ഒരു പ്രത്യേകതരം മെഡിറ്റേഷൻ നിർദ്ദേശിക്കുന്നു. ഈ ധ്യാനത്തിൽ നാം നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും അവസ്ഥയെ നിരീക്ഷകനായി കാണാൻ ശ്രമിക്കുന്നു. ഇത് ഒരുതരം വിസ്മൃതിയുടെ അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നാം നമ്മുടെ പഴയ സ്വഭാവങ്ങളെയും ശീലങ്ങളെയും വേർതിരിച്ച് കാണാൻ പഠിക്കുന്നു. ഈ മെഡിറ്റേഷൻ തുടർച്ചയായി ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പുതിയ ന്യൂറോൺ പാതകൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. ഇത് നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞുകിടക്കുന്ന പഴയ ശീലങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നു. ഈ മോചനം നമ്മെ ഒരു പുതിയ വ്യക്തിയായി മാറാൻ സഹായിക്കുന്നു. അതായത്, നാം നമ്മുടെ ശരീരത്തിൽ നിന്നും വേർപെട്ട് കേവലം ഒരു നിരീക്ഷകനായി നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും കാണുമ്പോൾ അവയ്ക്ക് നമ്മുടെ മേലുള്ള അധികാരം നഷ്ടപ്പെടുന്നു. ചുരുക്കത്തിൽ ഈ അധ്യായം പഠിപ്പിക്കുന്നത്, നാം നമ്മുടെ ചിന്തകളല്ല, നാം നമ്മുടെ വികാരങ്ങളുമല്ല, മറിച്ച് ഈ ചിന്തകളെയും വികാരങ്ങളെയും നിരീക്ഷിക്കുന്ന ഒരു ബോധമാണ് നമ്മൾ. ഈ തിരിച്ചറിവ് നേടിയാൽ നമുക്ക് നമ്മുടെ ഭാവിയെ സ്വന്തമായി പുനർനിർമ്മിക്കാൻ കഴിയും. യു ആർ ദ പ്ലസീബോ എന്ന പുസ്തകത്തിലെ 5-ാം അധ്യായമായ ദ ക്വാണ്ടം മൈൻഡ്, ക്വാണ്ടം മനസ്സ് എന്നത് ശാസ്ത്രത്തിന്റെയും ആത്മീയതയുടെയും സംയോജനമാണ്. ഈ അധ്യായത്തിൽ നമ്മുടെ മനസ്സിന് ഭൗതിക യാഥാർത്ഥ്യങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെന്ന് അദ്ദേഹം ക്വാണ്ടം ഭൗതികശാസ്ത്രത്തിന്റെ തത്വങ്ങൾ ഉപയോഗിച്ച് വിശദീകരിക്കുന്നു. ക്വാണ്ടം ഭൗതികശാസ്ത്രം പറയുന്നത്, ഒരു വസ്തുവിനെ നിരീക്ഷിക്കുന്ന നിരീക്ഷകന്റെ ബോധം ആ വസ്തുവിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നു എന്നാണ്. ഇത് നമ്മുടെ സാധാരണ ചിന്തകൾക്ക് വിരുദ്ധമാണ്. ഡോക്ടർ ഡിസ്പെൻസ ഈ തത്വം മനുഷ്യ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നു. നമ്മുടെ മനസ്സിനെ ഒരു ക്വാണ്ടം ഫീൽഡായി അദ്ദേഹം കാണുന്നു. അതായത്, നാം എന്താണ് ചിന്തിക്കുന്നതെന്നത് നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങളെ സ്വാധീനിക്കുന്നു. ഈ അധ്യായത്തിലെ പ്രധാന ആശയം, നമ്മുടെ ശരീരം ഒരു മൂർത്തമായ വസ്തുവല്ല, മറിച്ച് ഊർജ്ജത്തിന്റെയും വിവരങ്ങളുടെയും ഒരു കൂട്ടമാണ് എന്നതാണ്.
നമ്മുടെ ചിന്തകൾക്ക് ഈ ഊർജ്ജത്തെയും വിവരങ്ങളെയും മാറ്റിമറിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, നമ്മളൊരു രോഗത്തെക്കുറിച്ചോ ദുരിതത്തെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ ആ ചിന്ത നമ്മുടെ ശരീരത്തിൽ ആ പ്രതിഭാസത്തെ യഥാർത്ഥമാക്കാൻ ആവശ്യമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ നമ്മൾ പൂർണ്ണമായും ആരോഗ്യമുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ആ അവസ്ഥയെ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ മാറ്റം സാധ്യമാക്കാൻ ഡോക്ടർ ഒരു പ്രത്യേകതരം മെഡിറ്റേഷൻ നിർദ്ദേശിക്കുന്നു. ഈ ധ്യാനത്തിൽ നാം നമ്മുടെ സാധാരണ ബോധാവസ്ഥയിൽ നിന്നും പുറത്തുകടന്ന് ഒരു പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. നാം നമ്മുടെ ഭാവിയെ മനസ്സിൽ കാണുകയും അത് യാഥാർത്ഥ്യമായതുപോലെ ആ വികാരം അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ നമ്മുടെ ശരീരത്തെയും തലച്ചോറിനെയും ആ പുതിയ യാഥാർത്ഥ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പഠിപ്പിക്കുന്നു. ഇത് നമ്മുടെ ജീനുകളിലും മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ചുരുക്കത്തിൽ, ഈ അധ്യായം മനസ്സിന്റെ അതിരുകളില്ലാത്ത ശക്തിയെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സ് വെറുമൊരു ചിന്തായന്ത്രം മാത്രമല്ല, മറിച്ച് നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്ന ഒരു ക്വാണ്ടം ഊർജ്ജമാണെന്ന് ഈ അധ്യായം വ്യക്തമാക്കുന്നു. നാം നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും മാറ്റുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറുന്നുവെന്ന് ഈ അധ്യായം പഠിപ്പിക്കുന്നു. 6-ാം അധ്യായമായ ദ പവർ ഓഫ് എ ന്യൂ മൈൻഡ്. ഒരു പുതിയ മനസ്സിന്റെ ശക്തിയെന്നത് മനസ്സിന്റെയും ശരീരത്തിന്റെയും പരിവർത്തനത്തെക്കുറിച്ചാണ്. മുൻ അധ്യായങ്ങളിൽ വിവരിച്ച തത്വങ്ങൾ എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാം എന്ന് ഈ അധ്യായം വിശദമാക്കുന്നു. നമ്മുടെ പഴയ സ്വഭാവങ്ങളെയും ചിന്തകളെയും ഉപേക്ഷിച്ച് പുതിയ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഇടം നൽകേണ്ടതിന്റെ ആവശ്യകതയാണ്. നമ്മുടെ പഴയ ചിന്തകൾ നമ്മുടെ തലച്ചോറിൽ ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്ന ന്യൂറോൺ പാതകളാണ്. ഈ പാതകൾ കാരണം നാം ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ജീവിതത്തെ ഒരുതരം ലൂപ്പ് പോലെയാക്കുന്നു. ഈ ലൂപ്പിൽ നിന്ന് പുറത്തുവരാൻ നാം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പുതിയ വിവരങ്ങൾ നൽകണം. ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം മെഡിറ്റേഷനാണ്. ഈ അധ്യായത്തിൽ ഡോക്ടർ ഡിസ്പെൻസ ഒരു പ്രത്യേക മെഡിറ്റേഷൻ രീതിയെക്കുറിച്ച് പറയുന്നു. ഇത് ഒരു പുതിയ മനസ്സ് സൃഷ്ടിക്കാനുള്ള വഴിയാണ്. ഇതിൽ നാം ആദ്യം നമ്മുടെ പഴയ ചിന്തകളെയും വികാരങ്ങളെയും തിരിച്ചറിയുന്നു. അതിനുശേഷം അവയെ ഉപേക്ഷിക്കാൻ നാം ബോധപൂർവം തീരുമാനമെടുക്കുന്നു. അടുത്ത ഘട്ടം നമുക്കുവേണ്ട പുതിയ യാഥാർത്ഥ്യത്തെ മനസ്സിൽ കാണുകയും അത് യാഥാർത്ഥ്യമായതുപോലെ ആ വികാരം അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ്. ഉദാഹരണത്തിന്, രോഗിയായ ഒരാൾ പൂർണ്ണമായും ആരോഗ്യവാനായ ഒരു വ്യക്തിയെ മനസ്സിൽ കാണുകയും ആ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഡിസ്പെൻസ ഈ പ്രക്രിയയെ ഒരു ശാരീരിക പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. നാം ഒരു പുതിയ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെ വികാരപരമായി അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പുതിയ ന്യൂറോൺ പാതകൾ ഉണ്ടാകുന്നു. ഇത് നമ്മുടെ ശരീരത്തിന്റെ ജീവശാസ്ത്രപരമായ അവസ്ഥയെ മാറ്റുന്നു. ഇത് വെറുമൊരു സൈക്കോളജിക്കൽ പ്രതിഭാസമല്ല, മറിച്ച് നമ്മുടെ ജീനുകളെയും കോശങ്ങളെയും മാറ്റാൻ കഴിവുള്ള ഒരു പ്രക്രിയയാണ്. ചുരുക്കത്തിൽ, ദ പവർ ഓഫ് എ ന്യൂ മൈൻഡ് എന്ന അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു പുതിയ ജീവിതം തുടങ്ങാൻ നാം ആദ്യം ഒരു പുതിയ മനസ്സുണ്ടാക്കണം. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നാം ബോധപൂർവം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഭാവിക്ക് നാം തന്നെ ഉടമകളാകുന്നു. യു ആർ ദ പ്ലസീബോ എന്ന പുസ്തകത്തിലെ 7-ാം അധ്യായമായ ദ മൈൻഡ് ബോഡി കണക്ഷൻ ഇൻ ആക്ഷൻ, പ്രവർത്തനത്തിലെ മനസ്സ് ശരീരം ബന്ധം, മുൻ അധ്യായങ്ങളിൽ ചർച്ച ചെയ്ത സിദ്ധാന്തങ്ങളെ യഥാർത്ഥ ജീവിതത്തിലെ ഉദാഹരണങ്ങളിലൂടെ ഉറപ്പിക്കുന്നു. മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് രോഗങ്ങൾ മാറ്റുകയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്ത ആളുകളുടെ കഥകളാണ് ഈ അധ്യായത്തിന്റെ പ്രധാന ഭാഗം. ഈ അധ്യായം ഊന്നൽ നൽകുന്ന ഒരു പ്രധാന ആശയം, മനസ്സ് ശരീരം ബന്ധം വെറുമൊരു അമൂർത്തമായ സങ്കല്പമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിന്റെ ജൈവശാസ്ത്രപരമായ അവസ്ഥയെ മാറ്റാൻ കഴിവുള്ള ഒരു യഥാർത്ഥ ശക്തിയാണ് എന്നതാണ്. ഈ അധ്യായത്തിൽ ഡോക്ടർ ഡിസ്പെൻസ നിരവധി കേസ് സ്റ്റഡികൾ അവതരിപ്പിക്കുന്നു. മാരകമായ അസുഖങ്ങൾ ബാധിച്ച ആളുകൾ മറ്റ് ചികിത്സകളൊന്നും ഫലിക്കാത്തപ്പോൾ മാനസിക പരിശീലനത്തിലൂടെയും ധ്യാനത്തിലൂടെയും എങ്ങനെ രോഗമുക്തി നേടിയെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു ക്യാൻസർ രോഗിയുടെ കഥ ഈ അധ്യായത്തിലുണ്ട്. സാധാരണ ചികിത്സകൾ ഫലിക്കാതെ വന്നപ്പോൾ ആ രോഗി മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് തന്റെ രോഗത്തെ അതിജീവിച്ചു. അദ്ദേഹം എല്ലാ ദിവസവും താൻ പൂർണ്ണമായും ആരോഗ്യമുള്ള ഒരാളാണെന്ന് മനസ്സിൽ കാണുകയും ആ ആനന്ദം അനുഭവിക്കുകയും ചെയ്തു. ഈ മാനസിക പരിശീലനം അദ്ദേഹത്തിന്റെ ശരീരത്തിലെ കോശങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയും ഒടുവിൽ രോഗം പൂർണ്ണമായും ഭേദമാവുകയും ചെയ്തു. മറ്റൊരു ഉദാഹരണത്തിൽ, ഒരു രോഗിക്ക് നട്ടെല്ലിന് ഗുരുതരമായ പരിക്കേറ്റു. നടക്കാൻ പോലും കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. എന്നാൽ ആ രോഗി നിരന്തരമായ മാനസിക പരിശീലനത്തിലൂടെയും ധ്യാനത്തിലൂടെയും തന്റെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയെത്തി. ഈ സംഭവങ്ങളിലൂടെ മനസ്സിന്റെ ശക്തിക്ക് ശരീരത്തിലെ ഏതവസ്ഥയെയും മാറ്റാൻ കഴിയുമെന്ന് ഡോക്ടർ തെളിയിക്കുന്നു. ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിർണ്ണയിക്കുന്നത് ബാഹ്യമായ കാര്യങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങളും ചിന്തകളുമാണ്. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ബോധപൂർവം തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതത്തിന്റെ സൂത്രധാരന്മാരാകാൻ സാധിക്കും.
മനസ്സിന്റെയും ശരീരത്തിന്റെയും ഐക്യം തിരിച്ചറിയാനും അതിന്റെ ശക്തി ഉപയോഗിക്കാനും ഈ അധ്യായം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. 8-ാം അധ്യായമായ ദ പവർ ഓഫ് എ ന്യൂ മൈൻഡ്. ഒരു പുതിയ മനസ്സിന്റെ ശക്തി എന്നത് മുൻ അധ്യായങ്ങളിൽ ചർച്ച ചെയ്ത തത്വങ്ങൾ എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാം എന്ന് വിശദീകരിക്കുന്നു. ഈ അധ്യായം മനസ്സിന്റെയും ശരീരത്തിന്റെയും പരിവർത്തനത്തെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യത്തെ മാറ്റാൻ സാധിക്കുമെന്ന് ഡോക്ടർ ഡിസ്പെൻസ ഈ അധ്യായത്തിൽ പറയുന്നു. നമ്മുടെ പഴയ ശീലങ്ങളെയും ചിന്തകളെയും ഉപേക്ഷിച്ച് പുതിയ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഇടം നൽകേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ അധ്യായത്തിലെ പ്രധാന ആശയം. നമ്മുടെ പഴയ ചിന്തകൾ നമ്മുടെ തലച്ചോറിൽ ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്ന ന്യൂറോൺ പാതകളാണ്. ഈ പാതകൾ കാരണം നാം ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ജീവിതത്തെ ഒരുതരം ലൂപ്പ് പോലെയാക്കുന്നു. ഈ ലൂപ്പിൽ നിന്ന് പുറത്തുവരാൻ നാം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പുതിയ വിവരങ്ങൾ നൽകണം. ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം മെഡിറ്റേഷനാണ്. ഈ അധ്യായത്തിൽ ഡോക്ടർ ഡിസ്പെൻസ ഒരു പ്രത്യേക മെഡിറ്റേഷൻ രീതിയെക്കുറിച്ച് പറയുന്നു. ഇത് ഒരു പുതിയ മനസ്സ് സൃഷ്ടിക്കാനുള്ള വഴിയാണ്. ഇതിൽ നാം ആദ്യം നമ്മുടെ പഴയ ചിന്തകളെയും വികാരങ്ങളെയും തിരിച്ചറിയുന്നു. അതിനുശേഷം അവയെ ഉപേക്ഷിക്കാൻ നാം ബോധപൂർവം തീരുമാനമെടുക്കുന്നു. അടുത്ത ഘട്ടം നമുക്കുവേണ്ട പുതിയ യാഥാർത്ഥ്യത്തെ മനസ്സിൽ കാണുകയും അത് യാഥാർത്ഥ്യമായതുപോലെ ആ വികാരം അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ്. ഉദാഹരണത്തിന്, രോഗിയായ ഒരാൾ പൂർണ്ണമായും ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ മനസ്സിൽ കാണുകയും ആ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഡോക്ടർ ഈ പ്രക്രിയയെ ഒരു ശാരീരിക പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. നാം ഒരു പുതിയ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെ വികാരപരമായി അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പുതിയ ന്യൂറോൺ പാതകൾ ഉണ്ടാകുന്നു. ഇത് നമ്മുടെ ശരീരത്തിന്റെ ജൈവശാസ്ത്രപരമായ അവസ്ഥയെ മാറ്റുന്നു. ഇത് വെറും ഒരു മാനസിക പ്രതിഭാസമല്ല, മറിച്ച് നമ്മുടെ ജീനുകളെയും കോശങ്ങളെയും മാറ്റാൻ കഴിവുള്ള ഒരു പ്രക്രിയയാണ്. ചുരുക്കത്തിൽ, ദ പവർ ഓഫ് എ ന്യൂ മൈൻഡ് എന്ന അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ നാം ആദ്യം ഒരു പുതിയ മനസ്സുണ്ടാക്കണം. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നാം ബോധപൂർവം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഭാവിക്ക് നാം തന്നെ ഉടമകളാകുന്നു. 9-ാം അധ്യായമായ ദ തോട്ട് ഫീലിംഗ് ലൂപ്പ്, ചിന്തവികാരം ചക്രം, നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും പ്രവർത്തനത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു വിശകലനമാണ്. ഈ അധ്യായം ഊന്നിപ്പറയുന്ന പ്രധാന ആശയം നമ്മുടെ ചിന്തകൾ നമ്മുടെ വികാരങ്ങളെ സൃഷ്ടിക്കുന്നു, ആ വികാരങ്ങൾ വീണ്ടും നമ്മുടെ ചിന്തകളെ ശക്തിപ്പെടുത്തുന്നു, അങ്ങനെ ഇതൊരു ചക്രമായി തുടരുന്നു എന്നതാണ്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും വേർപിരിക്കാനാവാത്തവയാണെന്ന് ഡിസ്പെൻസ വിശദീകരിക്കുന്നു. നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ തലച്ചോറ് അതിനനുസരിച്ചുള്ള വികാരങ്ങൾ ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന്, നമ്മളൊരു ഭയപ്പെടുത്തുന്ന കാര്യം ചിന്തിക്കുമ്പോൾ ശരീരം ഭയത്തിന്റെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറ്റുന്നു. ഈ ശാരീരിക അവസ്ഥ വീണ്ടും നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും അതേ ഭയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇത് ഒരു ചക്രമായി തുടരുകയും നാം അറിയാതെ തന്നെ ഒരുതരം നെഗറ്റീവ് അവസ്ഥയിൽ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നാം നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ബോധപൂർവം മാറ്റണം. ഡോക്ടർ ഡിസ്പെൻസ ഒരു പ്രത്യേക രീതിയിലുള്ള മെഡിറ്റേഷൻ നിർദ്ദേശിക്കുന്നു. ഈ ധ്യാനത്തിൽ നാം ആദ്യം നമ്മുടെ നെഗറ്റീവ് ചിന്തകളെയും വികാരങ്ങളെയും തിരിച്ചറിയുന്നു. അതിനുശേഷം അവയിൽ നിന്ന് വേർപെട്ട് ഒരു പുതിയ യാഥാർത്ഥ്യത്തെ മനസ്സിൽ കാണാൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന്, രോഗിയായ ഒരാൾ പൂർണ്ണമായും ആരോഗ്യമുള്ള ഒരു വ്യക്തിയായി സ്വയം മനസ്സിൽ കാണുകയും ആ ആനന്ദവും സന്തോഷവും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അത് തലച്ചോറിൽ പുതിയ പാതകളുണ്ടാക്കുന്നു. ഈ പുതിയ ചിന്തയും വികാരവും നമ്മുടെ ശരീരത്തിൽ പുതിയ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നു. ഇത് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയെ മാറ്റുകയും ഒടുവിൽ നമ്മുടെ യാഥാർത്ഥ്യത്തെ മാറ്റുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയെ ഡോക്ടർ ഡിസ്പെൻസ ഒരു ഡിജിറ്റൽ ഡിറ്റോക്സ് പോലെയാണ് കാണുന്നത്. അതായത്, നാം നമ്മുടെ മനസ്സിനെ പഴയ ശീലങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ച് പുതിയ സാധ്യതകൾക്ക് തുറന്നുകൊടുക്കുന്നു. നമ്മുടെ ചിന്തകളും വികാരങ്ങളും നമ്മെ ഒരുതരം ചക്രത്തിൽ കുടുക്കിയിരിക്കുന്നു. ഈ ചക്രത്തെ ബോധപൂർവം മാറ്റുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റാൻ കഴിയും. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നാം ബോധപൂർവം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഭാവിക്ക് നാം തന്നെ ഉടമകളാകുന്നു. 10-ാം അധ്യായമായ ദി എനർജറ്റിക് ഷിഫ്റ്റ്, ഊർജ്ജപരമായ മാറ്റമെന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചിന്തകൾ മാത്രം പോരാ, മറിച്ച് അതിന് വികാരങ്ങളുടെ പിന്തുണ കൂടി ആവശ്യമാണെന്ന് വിശദീകരിക്കുന്നു. നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഊർജ്ജനില മാറ്റിയാൽ മാത്രമേ ഒരു പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ കഴിയൂ എന്ന് ഈ അധ്യായം ഊന്നിപ്പറയുന്നു. മുൻ അധ്യായങ്ങളിൽ ചർച്ച ചെയ്തതുപോലെ നാം നമ്മുടെ ചിന്തകളെ മാറ്റുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പുതിയ പാതകളുണ്ടാകുന്നു. എന്നാൽ ഈ പുതിയ ചിന്തകൾക്ക് ശക്തി നൽകുന്നത് വികാരങ്ങളാണ്. നമ്മൾ ഒരു പുതിയ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയും അത് യാഥാർത്ഥ്യമായതുപോലെ ആ വികാരം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പുതിയ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ രാസവസ്തുക്കൾ നമ്മുടെ ജീനുകളെ മാറ്റാൻ പോലും കഴിവുള്ളവയാണ്. അതായത്, നാം നമ്മുടെ വികാരങ്ങളെ മാറ്റുമ്പോൾ നാം നമ്മുടെ ജീവശാസ്ത്രപരമായ അവസ്ഥയെയാണ് മാറ്റുന്നത്.
നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലച്ചോറാണ്, എന്നാൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ശരീരമാണ്. ഈ രണ്ടിന്റെയും സംയോജനമാണ് നമ്മുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് വെറും ചിന്തകൾ മാത്രം പോരാ, മറിച്ച് ആ ചിന്തകളുമായി ബന്ധപ്പെട്ട ഉയർന്ന വികാരങ്ങൾ കൂടി വേണം. സന്തോഷം, നന്ദി, സ്നേഹം, സമാധാനം തുടങ്ങിയ ഉയർന്ന വികാരങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജനില വർദ്ധിപ്പിക്കുകയും രോഗങ്ങൾ ഭേദമാക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ മാറ്റം സാധ്യമാക്കാൻ ഡോക്ടർ ഡിസ്പെൻസ ഒരു പ്രത്യേക മെഡിറ്റേഷൻ രീതി നിർദ്ദേശിക്കുന്നു. ഈ ധ്യാനത്തിൽ നാം നമ്മുടെ പഴയ സ്വഭാവങ്ങളെയും ചിന്തകളെയും വികാരങ്ങളെയും ഉപേക്ഷിച്ച് ഒരു പുതിയ യാഥാർത്ഥ്യത്തെ മനസ്സിൽ കാണുകയും അത് യാഥാർത്ഥ്യമായതുപോലെ ആ വികാരം അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ നമ്മുടെ ശരീരത്തെയും തലച്ചോറിനെയും ആ പുതിയ യാഥാർത്ഥ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പഠിപ്പിക്കുന്നു. ദ എനർജറ്റിക് ഷിഫ്റ്റ് എന്ന അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് മനസ്സിന്റെയും ശരീരത്തിന്റെയും മാറ്റം ഒരു ഊർജ്ജപരമായ മാറ്റമാണ്. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ബോധപൂർവം തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതത്തിന്റെ സൂത്രധാരന്മാരാകാൻ കഴിയും. 11-ാം അധ്യായമായ മെഡിറ്റേഷൻസ് ടു ചേഞ്ച് യുവർ മൈൻഡ് ആൻഡ് ബോഡി. നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും മാറ്റാനുള്ള ധ്യാനങ്ങൾ എന്നത് പുസ്തകത്തിന്റെ പ്രധാന പ്രായോഗിക ഭാഗമാണ്. മുൻ അധ്യായങ്ങളിൽ വിശദീകരിച്ച സൈദ്ധാന്തിക തത്വങ്ങൾ എങ്ങനെ യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് ഈ അധ്യായം വിശദീകരിക്കുന്നു. ഈ അധ്യായം ഒരു പ്രധാന ആശയം മുന്നോട്ടുവയ്ക്കുന്നു. ശരിയായ മാനസികാവസ്ഥയിൽ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ചുള്ള ധ്യാനം ശരീരത്തിന്റെ രോഗശാന്തിക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും അത്യാവശ്യമാണ്. ഡോക്ടർ ഡിസ്പെൻസ തന്റെ ഗവേഷണങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത പ്രത്യേക മെഡിറ്റേഷൻ ടെക്നിക്കുകളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും പറയുന്നത്. ഈ ധ്യാനത്തിന്റെ ഘട്ടങ്ങൾ: 1. ശരീരത്തെ ശാന്തമാക്കുക. സ്ലോയിങ് ഡൗൺ ദ ബോഡി. ആദ്യമായി നാം നമ്മുടെ ശ്വാസം നിയന്ത്രിച്ചും മനസ്സിനെ ശാന്തമാക്കിയും ശരീരത്തെ വിശ്രമത്തിലേക്ക് കൊണ്ടുവരണം. ഇത് നമ്മുടെ തലച്ചോറിലെ ബീറ്റാ തരംഗങ്ങളെ കുറച്ച് ആൽഫാ തരംഗങ്ങളിലേക്ക് മാറ്റാൻ സഹായിക്കുന്നു. 2. മനസ്സിനെ തുറക്കുക. ഓപ്പണിംഗ് ദ മൈൻഡ്. അടുത്ത ഘട്ടം നമ്മുടെ മനസ്സിനെ തുറന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഇതിനായി നാം നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും വെറുമൊരു നിരീക്ഷകനെപ്പോലെ കാണാൻ ശ്രമിക്കണം. നാം ഒരു പ്രത്യേക സ്ഥലത്തോ സമയത്തോ ഒതുങ്ങിക്കിടക്കുന്നവരല്ലെന്ന് മനസ്സിലാക്കണം. ഈ അവസ്ഥയിൽ നമ്മുടെ ഉപബോധ മനസ്സിനെ പുതിയ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാക്കുന്നു. 3. പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിക്കുക. ക്രിയേറ്റിംഗ് എ ന്യൂ റിയാലിറ്റി. ഈ ഘട്ടത്തിൽ നാം ഒരു പുതിയ യാഥാർത്ഥ്യം മനസ്സിൽ കാണുകയും അത് യാഥാർത്ഥ്യമായതുപോലെ ആ വികാരം അനുഭവിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, രോഗിയായ ഒരാൾ പൂർണ്ണമായും ആരോഗ്യവാനായ ഒരു വ്യക്തിയായി സ്വയം മനസ്സിൽ കാണുകയും ആ ആനന്ദവും സന്തോഷവും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അത് തലച്ചോറിൽ പുതിയ പാതകൾ ഉണ്ടാക്കുന്നു. ഈ ചിന്തയും വികാരവും ചേരുമ്പോൾ ഒരു പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിക്കാനുള്ള ഊർജ്ജമുണ്ടാകുന്നു. 4. പ്രതിഫലം ലഭിക്കുന്ന അവസ്ഥ. റിസീവിംഗ് ദ റിവാർഡ്. ധ്യാനത്തിന്റെ അവസാനം നാം നമ്മുടെ ലക്ഷ്യം നേടിയതായി വിശ്വസിക്കുകയും അതിന് പ്രപഞ്ചത്തോട് നന്ദി പറയുകയും വേണം. ഈ നന്ദി ഒരുതരം ഊർജ്ജമാണ്. അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു. ഈ ധ്യാനം തുടർച്ചയായി ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലും ശരീരത്തിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. ഇത് വെറും ഒരു മാനസിക പരിശീലനം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവശാസ്ത്രപരമായ അവസ്ഥയെ മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. ജോ ഡിസ്പെൻസയുടെ യു ആർ ദ പ്ലസീബോ എന്ന പുസ്തകത്തിലെ 12-ാം അധ്യായമായ ദി എവല്യൂഷൻ ഓഫ് ദ പ്ലസീബോ, പ്ലാസിബോയുടെ പരിണാമം എന്ന ഭാഗം നമ്മുടെ മനസ്സിന്റെ ശക്തിയുടെ ഭാവി സാധ്യതകളെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നൽകുന്നു. ഈ അധ്യായം മനസ്സിന്റെ ശക്തി വെറും രോഗശാന്തിക്ക് മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് വിശദീകരിക്കുന്നു. പ്ലാസിബോ ഇഫക്റ്റ് വെറുമൊരു താൽക്കാലിക പ്രതിഭാസമല്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സിന് പ്രപഞ്ചവുമായി ബന്ധപ്പെടാനും സ്വന്തം യാഥാർത്ഥ്യം സൃഷ്ടിക്കാനും കഴിയുന്ന ഒരു തത്വമാണെന്ന് ഡോക്ടർ പറയുന്നു. നാം നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ബോധപൂർവം മാറ്റുമ്പോൾ നാം നമ്മുടെ യാഥാർത്ഥ്യത്തെയാണ് മാറ്റുന്നത്. ഇത് വെറും രോഗങ്ങൾ മാറ്റുന്നതിനേക്കാൾ വലിയ ഒരു കാര്യമാണ്. ഇത് നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കും സാമ്പത്തിക ഭാവിക്കും ബന്ധങ്ങൾക്കും സന്തോഷത്തിനും എല്ലാം ഉപയോഗിക്കാം. നമ്മുടെ ചിന്തകൾക്ക് ഊർജ്ജം നൽകുന്ന വികാരങ്ങൾ വളരെ പ്രധാനമാണ് എന്നതാണ്. നാം ഒരു പുതിയ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയും അത് യാഥാർത്ഥ്യമായതുപോലെ ആ വികാരം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അത് പ്രപഞ്ചത്തിലെ ഊർജ്ജവുമായി ബന്ധപ്പെടുന്നു. ഈ ബന്ധം നമ്മുടെ യാഥാർത്ഥ്യത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കാരണമാകുന്നു. ഇതിന് ഡോക്ടർ ഡിസ്പെൻസ ക്വാണ്ടം ക്രിയേഷൻ എന്ന് വിളിക്കുന്നു. നമ്മുടെ മനസ്സിന്റെ ഈ പരിണാമം നമ്മെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ സഹായിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. നാം നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിന്റെ സൂത്രധാരന്മാരായി മാറുന്നു. ഇത് നമ്മുടെ തലച്ചോറിന്റെ ഘടനയെയും ജീനുകളെയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും മാറ്റുന്നു. ഇത് വെറും ഒരു സൈദ്ധാന്തിക ആശയമല്ല, മറിച്ച് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണ്. ചുരുക്കത്തിൽ, ദ ഇവല്യൂഷൻ ഓഫ് ദ പ്ലസീബോ എന്ന അധ്യായം പ്ലാസിബോ പ്രതിഭാസം വെറുമൊരു രോഗശാന്തിക്കുള്ള ഉപകരണം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും മാറ്റാനുള്ള ഒരു ശക്തിയാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു.
നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ബോധപൂർവം തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഭാവിയെ പുനർനിർമ്മിക്കാൻ കഴിയും. ഈ പുസ്തകം പ്ലാസിബോ ഇഫക്റ്റ് എന്ന പ്രതിഭാസത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്നു. അതായത്, ഒരു മരുന്ന് കഴിക്കാതെ തന്നെ നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഉപയോഗിച്ച് നമുക്ക് സ്വയം ഒരു പ്ലാസിബോ ആയി മാറാനും ശരീരത്തെ സ്വയം സുഖപ്പെടുത്താനും കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു.